ഷൂ ക്ലീനിങ്ങിനെ പറ്റിയായിരുന്നു അടുത്തത് അറിയേണ്ടത്. എന്തായിരുന്നു ചോദിച്ചോ? അതായത് നമുക്ക് മെഷീനറി പൈസ നമ്മള് ഷൂ ക്ലീനിങ്ങിനൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പൊ നമുക്കൊരു പ്രൈമറി കിറ്റ് ആയിട്ട് ബ്രഷ് കാര്യങ്ങള് അങ്ങനെ എടുത്ത് പ്രീ വാഷിൽ ക്ലീൻ ചെയ്യാന്ന് നമ്മൾ വിചാരിക്കുന്നത്. അതെ അതെ. അപ്പൊ അതിന് രണ്ട് കാര്യം നമുക്ക് അതിന് യൂസ് ചെയ്യണ എന്തൊക്കെയാ ബ്രഷ് കാര്യങ്ങള്, അതിന് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ, മറ്റേ ഈ ഡിറ്റർജന്റോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നും പ്ലസ് ഇത് ഡ്രൈ ചെയ്യാൻ എന്ത് ഓപ്ഷനാണുള്ളതെന്നാണ്. നമുക്ക് രണ്ട് രീതിയിൽ അതിന് ഓപ്ഷൻ ചെയ്യാം. ഓപ്ഷൻ നമ്പർ 1, നമ്മൾക്ക് ഈ പറഞ്ഞ ഷൂവിന്റെ മാനുവൽ ആയിട്ടുള്ള ഹാൻഡ് ടൂൾസുകൾ ഉപയോഗിക്കുക. ഓക്കെ, ഹാൻഡ് ടൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു നല്ലൊരു റബ്ബിങ്ങിനാണെങ്കിൽ നല്ല റബ്ബിംഗ് ബ്രഷുകൾ, സോഫ്റ്റിനാണെങ്കിൽ സോഫ്റ്റ്നെസ് ബ്രഷുകളൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, എന്നിട്ട് അതിനുശേഷം മാനുവലായിട്ട് തന്നെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഷൂവിന്റെ ഉള്ളിൽ ഇത് വന്നില്ല, ഒരു പുറകില് ആ ഫോമിന്റെ അവിടെ വെള്ളം തങ്ങി നിൽക്കും. ഓക്കെ, അങ്ങനെ ഒരു കേസ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാക്വം ക്ലീനർ ഉണ്ട്, നമ്മൾ വെറ്റ് വാക്വം ക്ലീനർ, അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പ്രകാരം അത് വെച്ചിട്ട് നമ്മുടെ ആ ബേസ് കുറച്ചു നേരം ഇങ്ങനെ സൈഡിലേക്ക് ഒന്ന് ചരിച്ചു വെക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഷൂ വാഷറോ ഷൂ ഡ്രയറോ ഇല്ലാത്തപ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഷൂവിനെ നമ്മൾ നിർത്തിവെക്കുക, ഒരു സ്റ്റാൻഡായിട്ട് ഇങ്ങനെ നിർത്തിവെക്കുക. അപ്പൊ ഇത് ഒരു വശത്തേക്ക് ഈ വെള്ളം ഊർന്ന് ഇറങ്ങി ഇതിന്റെ ഫൂട്ട് ലെവലിൽ വരും. ഓക്കെ, ആ ഫൂട്ട് ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇതിന് ഒരു വാക്വം ക്ലീനർ വെച്ച് ആ വെറ്റിനെ മൊത്തം വലിച്ചെടുക്കുക. ഓക്കെ, ഇനി വലിച്ചെടുത്തതിന് ശേഷം ആക്ച്വലി ഇതിന് ഷൂ ഡ്രയർ തന്നെ വേണം ഒരു ടൈം എടുത്ത് ഡ്രൈ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ഇതിൽ ഷൂ ഡ്രയർ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു ഓപ്ഷൻ ചെയ്യാം. നമ്മുടെ ടമ്പിൾ ഡ്രയർ ഉണ്ടല്ലോ, ആ ടമ്പിൾ ഡ്രയറിലേക്ക് കുറച്ച് സ്പോഞ്ചുകൾ നമ്മൾ അപ്ലൈ ചെയ്യുക. സ്പോഞ്ച്, നമ്മുടെ ഈ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ, നമ്മുടെ ഫോം സ്പോഞ്ചുകൾ എടുക്കുക, അതിനൊരു കട്ട് പീസുകളാക്കി വെച്ചിട്ട് ഡ്രയറിന്റെ അകത്തേക്ക് ഇടുക. ഓക്കെ, അതിന്റെ അകത്ത് ഷൂ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറക്കം എന്ന് വെച്ചാൽ നേരിട്ട് വന്ന് വീണ് ഇതിന് സ്ക്രാച്ച് വീഴാനിരിക്കാനാണ് അങ്ങനെ ഫോം കൊടുത്തത് നമ്മൾ. ഓക്കെ, ഈക്വലന്റ് ഓഫ് എനി കൈൻഡ് ഓഫ് ഫോംസ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കുറച്ച് ചെറിയ ക്ലോത്ത് വെച്ചിട്ട്, പഴയ കാലത്ത് ഡസ്റ്ററുകളില്ല, ഡസ്റ്ററുകൾ, അതേപോലത്തെ ഡസ്റ്ററുകൾ വെച്ചിട്ട് അതുപോലത്തെ ഡസ്റ്ററുകൾ ഉണ്ടാക്കുക, ഒരു 10-20 ഡസ്റ്ററുകൾ ഉണ്ടാക്കുക പെർമനന്റ് ആയിട്ട്. എന്നിട്ട് ഈ ഡ്രയറിലേക്ക് ഇട്ട് കൊടുത്തേക്കുക, അതിനിടയിൽ ഷൂ ഇട്ട് കൊടുക്കുക. ഓക്കെ,